ഹായ് ഹലോ ഗായ്സ് ഇറ്റ്സ് മീ ആം ഡിയോ. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് വീണ്ടും സ്വാഗതം. അപ്പോൾ അതെ ബാക്കിൽ കണ്ടോ ഹമ്മർ. അപ്പോൾ നമ്മൾ വേറെ എങ്ങോട്ടുമല്ല പോണത്, പ്രകാശിക്കാണ്. കാരണം പുതിയൊരു ചെക്കൻ്റെ ഡെലിവറി എടുക്കാണ്ട്. അതെ ബാക്കിൽ ഫുള്ളി മോഡിഫൈഡ് ഹമ്മറാണ്. അപ്പോൾ റോട്ടിക്ക് ഇറക്കണമെങ്കിൽ പ്രശ്നമൊന്നുമില്ല, നിയമമൊക്കെ മാറിയില്ലേ അല്ലേ, അറിയാലോ. അതേപോലെ തന്നെ സെറ്റ് ചെക്കനാണ്. അപ്പോൾ അടിപൊളിയാണ് ഹമ്മർ. അപ്പോൾ ഇതന്നെയായിട്ടാണ് നമ്മളിന്ന് ബാംഗ്ലൂർ പ്രകാശ് പോകാൻ പോണത് ഗൈസ്. അപ്പോൾ ആ കാത്തതേ ഉള്ളൂ, നമുക്ക് ഏതായാലും വേഗം പോവാം ഗൈസ്. ഓക്കെ, അപ്പോൾ നമ്മൾ അന്ന് പോയപ്പോൾ ആദ്യത്തെ വീഡിയോയിൽ നിസ്സാനിലാണ് പോയി. അന്ന് നമ്മൾ മാത്രമേ ഉള്ളൂ, വലിയ ആൾക്കാരൊന്നും ഉണ്ടാവില്ല. നമ്മൾ അന്ന് പോവാറാവുന്നു ഗൈസ്. കാര്യമായിട്ട് ആരും അറിയില്ല, നമ്മളും പിന്നെ നമ്മുടെ 2 ഫ്രണ്ട്സുകളും. അപ്പോൾ പിന്നത്തെ പ്രാവശ്യം നമ്മൾ ലെജൻഡിൻ്റെ ബസ്സൊക്കെ വിളിച്ചിട്ടാണ് പോയി. കാരണം കുറേ ആൾക്കാരുണ്ടായിരുന്നു ബസ്സിൻ്റെ ഡെലിവറിയൊക്കെ കാണാനായിട്ട്. അപ്പോൾ ഇന്ന് നമ്മളും നമ്മുടെ ടീമത്തെ കുറച്ച് ചെക്കന്മാരും മാത്രമാണുള്ളത്. അതുകൊണ്ട് തന്നെ ഹമ്മറിൽ പോവാമെന്ന് ഞങ്ങൾ വിചാരിച്ചു. പിന്നെ കുറേ ആൾക്കാർ അവിടെ കാത്തിക്കുന്നുണ്ട്, കുറച്ച് ആൾക്കാർ. അപ്പോൾ നമ്മൾ ഏതായാലും ഒരിടത്തേക്കാണ്. അപ്പോൾ നമ്മൾ ഹൈ റേഞ്ചൊക്കെ പിടിച്ചിട്ടാണ് പോകുന്നത്. പിന്നെ ഇതിലൊരു കിഡിലോസ്കി അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. നിങ്ങൾക്കറിയാലോ അല്ലേ, അറിയാത്തവരോട് ഞാൻ പറയണേ എന്താണെന്ന് വെച്ചാൽ, ഇതിൽ മാറിപ്പോയി. ആൾക്കാരിപ്പോൾ ഈ ബസ് സ്റ്റോപ്പിൽ നിന്ന് കരിയർ മോഡിൽ നമുക്ക് പിക്ക് ചെയ്യുക. പിന്നെ റോഡ് സൈഡിൽ കൂടെ ഒക്കെ ആൾക്കാർ നടക്കണമെന്ന് നമുക്ക് കാണാം ഗൈസ്. അതേതായാലും ഒരു അടിപൊളി അപ്ഡേറ്റാണ്, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട ഒരു അപ്ഡേറ്റാണ്. ഞാൻ കളിച്ച് നോക്കി കുറേ കരിയർ മോഡ് അടിപൊളിയാണ് ഗൈസ്. അപ്പോൾ അങ്ങനത്തെ ഒരു കരിയർ മോഡായിരുന്നു ഞാൻ ഇതിൽ വരണമെന്ന് വിചാരിച്ചിരുന്നത് ഗൈസ്. അപ്പോൾ അത് അങ്ങനെ നമ്മൾ ഇവിടെ എത്തിയതാണ് ഹൈ റേഞ്ചിൽ. അപ്പോൾ ഈ വഴിയൊക്കെ നമുക്കറിയും, നമുക്ക് മാത്രം. ഇത് വേറൊരു അടിപൊളി വഴിയാണ്. പിന്നെ അപ്പോൾ ഇവിടെ സന്ധ്യ ആയിട്ടുണ്ട് ഗൈസ്. സന്ധ്യയല്ല, നമ്മൾ രാത്രി സ്റ്റേ ചെയ്ത് പിന്നെ ഒരു 4:30 ആയപ്പോൾ ഇറങ്ങി ഗൈസ്. കാരണം എക്സൈറ്റ്മെൻറ്റ്, ക്യൂരിയോസിറ്റി ഒക്കെ ആയിട്ട് ഇറങ്ങി വന്നതാണ്. അപ്പോൾ നേരത്തെ എത്താലോ, അതുകൊണ്ട് തന്നെ നമ്മൾ പറത്തി വിടുകയാണ് ഗൈസ്. അത്യാവശ്യം സ്പീഡിലൊക്കെ പോകുന്നുണ്ട്. പിന്നെ സൈഡിൽ സ്റ്റിക്കറുള്ളോട്ട് നിങ്ങൾക്ക് എത്രയിലാണ് പോകണമെന്നൊന്നും അറിയില്ല. ഒരു 100-ലൊക്കെ നമ്മൾ പോകും, അതൊക്കെ അത്രേ ഉള്ളൂ അല്ലേ. അപ്പോൾ എല്ലാവരും ലൈക്ക് അടി, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക ഗൈസ്. അപ്പോൾ എന്നാലേ ഞാൻ ഇടുന്ന വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കും ഗൈസ്. പിന്നെ കുറച്ച് കാലമായിട്ട് വീഡിയോസൊന്നുമില്ല ബസ്സിഡിൻ്റെ. കാരണം ബസ്സിൻ്റെ നിന്ന് ജസ്റ്റ് ഡിലീറ്റ് ആയി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ തന്നെ പിന്നെ കയറ്റാനും പറ്റിയില്ല. ഫോണൊക്കെ നല്ല ഹാങ് ആവും, ലാഗ് അടിയൊക്കെ ആയിരുന്നു. അവിടെ തന്നെ ഞാൻ കയറ്റിയില്ല. പിന്നെ ഇപ്പോഴാണ് ഒന്ന് കയറ്റി കിട്ടിയത്. പക്ഷേ ബസ്സും ഒന്നും പോയില്ല നമ്മുടെ. അപ്പോൾ അതൊക്കെ അത്രയുള്ളൂ ഗൈസ്. അപ്പോൾ നമ്മളേതായാലും പറപ്പിച്ച് വിടുകയാണ്, ഒന്നും നോക്കണില്ല, നമുക്ക് വേഗം എത്തണം മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മളൊപ്പം നമ്മുടെ ഉണ്ണിയുണ്ട് ഗൈസ്, ഉണ്ണിക്കുട്ടൻ. അപ്പോൾ ഉണ്ണി ഒരു ഹായ് പറയടാ. പിന്നെ ഇപ്പൊ ഉണ്ണിക്കുട്ടനാക്കി, കാരണം എല്ലാരും ഇന്നെ ഉണ്ണിക്കുട്ടൻ എന്നാണ് വിളിക്കുക. അപ്പൊ അണ്ണനും ഇന്നെ ഉണ്ണിക്കുട്ടൻ വിളിക്കാൻ വിചാരിച്ചു. അതെ ഗൈസ്, അതൊക്കെ അത്രേ ഉള്ളൂ. എല്ലാവരും പിന്നെ ചെക്കനെ ഉണ്ണിക്കുട്ടൻ വിളിക്കുമ്പോൾ നമ്മൾ മാത്രം അങ്ങനെ വിളിക്കാതിരുന്ന അത് മോശമല്ലേ, നിങ്ങൾ പറയും, അത് മോശമല്ലേ. പിന്നെ സൗണ്ടിനൊക്കെ ചെറിയ ചെറിയ വ്യത്യാസം ഉണ്ടാവും. കാരണം തൊണ്ടയിൽ ചെറിയ ഇതാണ്, കിച്ച് കിച്ച്. അതിനെ വിക്സ് ഗുളികയൊക്കെ കഴിക്കുന്നുണ്ട്, എന്നിട്ടും മാറുന്നില്ല. കണ്ടോ, സൈഡിലൊക്കെ ആൾക്കാരെ കണ്ടോ, എന്നിട്ടും മാറുന്നില്ല. അവിടെ തന്നെ ജലദോഷമൊക്കെയാണ്, അവിടെ തന്നെ ചെറിയ ഒച്ചയ്ക്കൊക്കെ വ്യത്യാസം ഉണ്ടാവും ഗൈസ്. ജലദോഷം വിട്ട് പോണില്ല, അതാണ് പ്രശ്നം. അപ്പോൾ നമ്മുടെ ടീമത്തെ ചെക്കന്മാരൊക്കെ ആയിട്ടാണ്
നമ്മൾ പോണ് അത് ആദ്യം പറഞ്ഞല്ലോ ഇല്ലേ. അപ്പോൾ വേഗം എത്താനുള്ള എക്സൈറ്റ്മെൻറ്റാണ് നമുക്ക് ഇപ്പോഴും. നല്ല ഹൈ റേഞ്ച് വരുന്നുണ്ട്. ഇവിടെ ഒരു 1.5 വളവ് വരുന്നുണ്ട് ഗൈസ് ആണ്. പിന്നെ ഷോർട്ടാണ് കുറച്ചൊക്കെ. കാരണം എന്താണെന്ന് വെച്ചാൽ ലോങ് ആയിട്ടുള്ള നല്ല വലിയ വീഡിയോസൊക്കെ ഇപ്പോൾ നമ്മളെ ഈ 12 മിനിറ്റ് 10 മിനിറ്റ് 10 പിന്നെയും പോട്ടെ 14-16 മിനിറ്റൊക്കെ ഉള്ളത് നിങ്ങൾക്ക് ബോറടിക്കണ്ടാവും വിചാരിച്ചിട്ട് നമ്മളിപ്പോൾ അങ്ങനത്തെ ഇടാറില്ല. കേട്ടോ ഞാൻ ഇപ്പോൾ ഭയങ്കര ലെങ്ത്ത് കുറവാണ്. പിന്നെ നമുക്ക് മടിയാണ് ഗൈസ്. പിന്നെ ഒരു ഇതിൽ ഇങ്ങനെ ഇടാണ് യൂട്യൂബ് ചാനലൊക്കെ തുറന്ന് വെച്ചിട്ട് വീഡിയോസൊന്നും ഇടാതെ നിങ്ങളൊക്കെ എന്ത് വിചാരിച്ച് ഇടുകയാണ്. ഇല്ലെങ്കിൽ ഞാൻ വീഡിയോ ഒന്നും ഇടില്ല. ഞാൻ എന്തെങ്കിലുമൊക്കെ ഇടണ്ടേ എന്നാലല്ലേ ഇതുണ്ടാവുക. അത് തന്നെ. അപ്പോൾ നമ്മളേതായാലും പോവാണ് ഗൈസ്. അപ്പോൾ അവിടെ നമ്മുടെ വണ്ടി ജസ്റ്റ് ഒന്ന് മെല്ലെ ഇങ്ങനെ കയറി വരണുണ്ടാകും. ആ കാര്യമൊക്കെ ഉണ്ട് ഗൈസ്. ദാറ്റ്സ് ഓക്കെ. അപ്പം നമ്മളേതായാലും പറപ്പിച്ച് വിട്ടാണ് ഗൈസ്. അപ്പം ഇനി നമുക്ക് അവിടെ എത്താനായിട്ട് കാണാം. ഓക്കെ ഗൈസ്. നമ്മളങ്ങനെ പ്രകാശിൻ്റെ അടുത്ത്, അതായത് ബാംഗ്ലൂർ 2 ദിവസം പിടിച്ച് നേരത്തെ ഇറങ്ങിയിട്ടും കാര്യമൊന്നുമില്ല. ഉച്ചയ്ക്ക് ചോറൊക്കെ കൊണ്ടിട്ട് ഞങ്ങൾക്കൊന്ന് ഉറങ്ങണം എന്നൊക്കെ തോന്നി റൂമിലൊക്കെ ഉറങ്ങിയപ്പോൾ വൈകുന്നേരമായി. പിന്നെ കുറച്ച് ദൂരം പോകുന്ന റിസോർട്ടൊക്കെ എടുത്ത് താമസിച്ച് കഴിച്ചു. അപ്പോൾ നമുക്കിനിപ്പോൾ ഏതായാലും വണ്ടി ഇവിടെ കയറ്റിടുക. അപ്പോൾ വണ്ടി ഇവിടെ കയറ്റിയിട്ട് ബസ്സിൻ്റെ അടുത്ത് പോയി വരാം. ബസ്സൊന്ന് ഓടിച്ച് നോക്കട്ടെ. അപ്പോൾ ബസ് എങ്ങനെ ഉണ്ടാവുമെന്ന് നിങ്ങൾ പറയാം. അപ്പോൾ ഒക്കെ ഏതായാലും ബസ്സിൻ്റെ അടുത്തേക്ക് പോവാം. വണ്ടി ഇവിടെ നിർത്തട്ടെ. അപ്പോൾ നമ്മളെ ടീമിലത്തെ 2-3 ചെക്കന്മാർ വന്നിട്ടുണ്ട്. അവർ ഹമ്മർ കണ്ടില്ല, അവർക്ക് ഓടിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഇനിയിപ്പോൾ ഓരെ വിളിച്ച് വണ്ടിയും കൊണ്ട് ഒരു പൊക്കോട്ടെ അറിയാം. നമുക്ക് ബസ്സായിട്ട് പോവാം. ഓക്കെ. അപ്പോൾ ഗൈസ് അങ്ങനെ ഫൈനലി നമ്മൾ നമ്മുടെ പടത്തിനെ കണ്ടുപിടിച്ചിരിക്കുകയാണ്. കണ്ടോ, ബ്ലാക്ക് ഫയർ, കറുപ്പ് കളറിൽ ബ്ലാക്ക് ഫയർ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ എഡിഷൻ കമൻറ്റ് ചെയ്യാം. നമ്പർ പ്ലേറ്റ് കിട്ടിയില്ല. നമ്പർ പ്ലേറ്റ് നമ്മൾ കസ്റ്റം ചെയ്തതാണ്. അപ്പോൾ അതിപ്പോഴും കിട്ടിയില്ല, നമ്മുടെ പഴയ നമ്പർ പ്ലേറ്റ് തന്നെ. ഈ ബ്ലാക്ക് ഫയറിൽ നീല കളറ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഗൈസ്? അത് നമ്മളെന്തായാലും ചേഞ്ച് ചെയ്യും. ചിലപ്പോൾ ചേഞ്ച് ചെയ്യും, ചിലപ്പോൾ ചേഞ്ച് ചെയ്യില്ല. നല്ല കറുപ്പ്, വേറെ ഒന്നും കിട്ടാത്തതായിട്ടാണ് ഇതാക്കി. കറുപ്പ് കളറ് ബസ് ഏതായാലേ വൈബ്. നമുക്കിനിപ്പോൾ ഏതായാലും ബസ്സൊക്കെ ഒന്ന് ഓടിച്ചൊക്കെ ഉണ്ട്. ഏതാ മോൻ ഇന്ത്യയിലൊക്കെ വൈബായിട്ടുണ്ട്. ഓ മപ്പ് സാധനം ഗൈസ്. ഏതാ സെറ്റല്ലേ? അപ്പോൾ എഡിഷൻ നെയിം നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഗൈസ്. നിങ്ങളാണ് കമൻറ്റ് ചെയ്യേണ്ടത്. ഓഫ് ഏതാ ഡ്രോണുണ്ട് ഗൈസ് നമ്മളെ സെക്കൻഡ് അടുത്ത്. അപ്പോൾ അതിനെ കത്തുള്ള ഗൈസ് എന്ത് പറയാനാണ്. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ഇടിക്കുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും ഒരു നീണ്ട ഗുഡ് ബൈ ഗായ്.